ഹായ് ഓൾ, എല്ലാവർക്കും അമിക്ക എഡ്ഹബിൻ്റെ റീസണിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ലോജിക് ഉപയോഗിച്ച് ചെയ്യുന്ന ചോദ്യങ്ങളിൽ ഒരു എക്സാമ്പിളും കൂടെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക, ചോദ്യം കൃത്യമായിട്ട് വായിക്കുക. എന്താണ്? ദ സാലറി ഓഫ് എ വർക്കർ ഈസ് ഫസ്റ്റ് ഇൻക്രീസ്ഡ് ബൈ 10% ആൻഡ് ദെൻ ഇറ്റ് വാസ് റിഡ്യൂസ്ഡ് ബൈ 10%. ഓക്കെ, വാട്ട് വാസ് ദ ചേഞ്ച് ഇൻ ഹിസ് സാലറി? നെറ്റ് ചേഞ്ച് എന്താണ്? ഒരു ജോലിക്കാരന്റെ ശമ്പളം ആദ്യം 10% കൂട്ടി, പിന്നീട് 10% കുറച്ചു. ശമ്പളത്തിൽ വന്ന മാറ്റം എന്ത്? നോ ചേഞ്ച് ആണോ? മാറ്റമില്ലേ? 1% കുറവാണോ? 1% കൂടുതലാണോ? അല്ലെങ്കിൽ 10% കുറവാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ശ്രദ്ധിക്കുക, ഈ ചോദ്യവും നമ്മൾ ലോജിക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് നോക്കുമ്പോൾ 10% കൂട്ടി, 10% കുറച്ചു, നോ ചേഞ്ച്. 10 രൂപ കൂടുതൽ തന്നു, 10 രൂപ തിരിച്ചു വാങ്ങി, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല, അപ്പോൾ നോ ചേഞ്ച് അല്ലേ? ഓപ്ഷൻ 1 എന്താണ്? നോ ചേഞ്ച്. പക്ഷെ നോ ചേഞ്ച് ആണോ ആൻസർ? ആണോ? എത്ര പേർക്ക് നോ ചേഞ്ച് അല്ലാത്ത ആൻസർ കിട്ടി? എനിക്കറിയാം, ഒരുപാട് കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? നമ്മളെ ലോജിക്കൊക്കെ നമ്മൾ ഒരുപാട് ഡെവലപ്പ് ആക്കി, നമ്മളല്ലേ, നമ്മളെ ലോജിക്കൊക്കെ ഒരുപാട് ഡെവലപ്പ് ആയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ലോജിക്ക്, നമ്മളെ റീസണിങ് പവർ, നമ്മളെ റീസണിങ് എബിലിറ്റി, നമ്മളെ മെന്റൽ എബിലിറ്റി ഒക്കെ ഒരുപാട് ഇൻക്രീസ് ആയിട്ടുണ്ട്, ഡെവലപ്പ് ആയിട്ടുണ്ട് അല്ലേ? ഡെവലപ്പ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, ഇതാണോ ആൻസർ അല്ല വേറെ എന്തെങ്കിലും ആൻസർ ആണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, എല്ലാവരും എന്താ പറയാ, ആദ്യം പറയുന്നത് കേൾക്കുക, അതിന്റെ കൂടെ തന്നെ ഇത് എഴുതാൻ ശ്രമിക്കുക. നമ്മൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വെച്ചാൽ ഒന്നും നമുക്ക് തന്നിട്ടില്ല. നമുക്കൊരു എമൗണ്ട്, ആദ്യത്തെ ശമ്പളം നമുക്ക് തന്നിട്ടില്ല. ആദ്യത്തെ ശമ്പളം 15,000 ആണ്, എന്നിട്ട് അതിൽ നിന്ന് 10% കൂട്ടി, എന്നിട്ട് 10% കുറച്ചു എന്നൊക്കെ പലപ്പോഴും ചോദിക്കാറില്ല. ഇവിടെ നമുക്കൊരു എമൗണ്ട് നമുക്ക് തരില്ല, അയാളുടെ സാലറി എത്രയാണോ എന്ന് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? 10% കൂട്ടി, 10% കുറച്ചു. നോ ചേഞ്ച് എന്ന് എഴുതുന്നതിന് മുമ്പായിട്ട് ചിന്തിക്കുക. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് റീസണിങ് ആണ്, ലോജിക്കാണ്, ചിന്തിച്ചെഴുതേണ്ടതാണ്. അപ്പൊ ഒന്ന് ചിന്തിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അയാൾക്ക് ഒരു ശമ്പളം നമ്മൾ കൊടുക്കുക. ഓക്കെ, നമുക്ക് പെർസെൻറ്റേജ് കാണാൻ, ശതമാനം കാണാൻ ഏറ്റവും എളുപ്പമുള്ള സംഖ്യ എന്ന് പറയുന്നത് 100 ആണ് അല്ലേ? ഏറ്റവും എളുപ്പമുള്ള സംഖ്യ എന്ന് പറയുന്നത് 100 ആണ്. അപ്പൊ നമ്മൾ അയാളുടെ ശമ്പളം 100 രൂപയായിട്ട് നമ്മൾ കരുതുക. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യുന്നത്? അയാളുടെ ശമ്പളം നമ്മൾ 10% കൂട്ടി. അതായത് 10% എന്നൊക്കെ വളരെ എളുപ്പമാണ് അല്ലേ? അതായത് 100ന്റെ 10%, ആ സംഖ്യ 10% കാണാനൊക്കെ നമുക്ക് വളരെ എളുപ്പമാണ്. ആ സംഖ്യ നമ്മൾ 10 കൊണ്ട് ഹരിച്ചാൽ മതി, അത് വളരെ എളുപ്പമാണ് അല്ലേ? അപ്പൊ 100ന്റെ 10% എന്ന് പറയുന്നത് 10 രൂപയാണ്. അപ്പൊ അയാളുടെ ശമ്പളം 100 രൂപ, അതിനോട് 10% കൂട്ടി, 10 രൂപ കൂട്ടി. അയാൾ ഇപ്പോഴത്തെ ശമ്പളം എത്രയാണ്? 110. ഇനി എന്താ ചെയ്യുന്നത്? ആ 110ന്റെ 10% കുറക്കുന്നത്. അതാണ് അവിടുത്തെ ടിസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് 100ന്റെ 10% കുറക്കുന്നത്. എന്താണ്? അയാളുടെ 10% കൂട്ടി, ആ 10% കൂട്ടിയതിന്റെ 10% മുതലാളി കുറക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ 100ന്റെ 10% അല്ല കുറക്കുന്നത്, പിന്നെ എത്രയാണ്? 110ന്റെ 10%. അപ്പൊ 10% കാണാൻ വളരെ എളുപ്പമാണ്, അതിനെ 10 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ 110ന്റെ 10% എന്ന് പറയുന്നത് 11 രൂപയാണ്. അപ്പൊ 110 ശമ്പളമുള്ളവരുടെ 11 രൂപ കുറച്ചാൽ അയാളുടെ പുതിയ ശമ്പളം എത്രയാണ്? 99. എത്രയാണ് ശമ്പളം? എത്രയാണ്? 99. അപ്പൊ നമ്മൾ അയാളുടെ മൊത്തത്തിലെ ശമ്പളം എടുക്കുക അല്ലെ? ആദ്യം അയാൾക്ക് 100 രൂപയായിരുന്നു ശമ്പളം, പിന്നീട് എന്താ ചെയ്യുന്നത്? അയാളുടെ ശമ്പളം 99 രൂപയായി. 100 രൂപ ശമ്പളമുള്ള ഒരാളുടെ ശമ്പളം 99 രൂപയായെങ്കിൽ അയാളുടെ 1 രൂപ അയാൾ കുറച്ചു. 1 രൂപ എന്ന് പറയുന്നത് 100ന്റെ 1 രൂപ എന്ന് പറയുന്നത് 1%. അപ്പൊ 100 രൂപ 99 രൂപ, അതായത് 100 രൂപ ശമ്പളമുള്ള ഒരാളുടെ ശമ്പളം 99 രൂപയായി കഴിഞ്ഞാൽ അയാളുടെ ശമ്പളം എത്രയാണ് കുറയുന്നത്? 1% കുറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നിങ്ങൾക്ക് 100 രൂപക്ക് 1000 രൂപ എടുക്കാം, 1 ലക്ഷം രൂപ എടുക്കാം, 10,000 രൂപ എടുക്കാം, എത്ര വേണമെങ്കിൽ എടുക്കാം. പക്ഷെ നമുക്ക് സിമ്പിൾ എന്ന് പറയുന്നത് എപ്പോഴും 100 രൂപ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താണ് സംഭവം? നോ ചേഞ്ച് അല്ല, പിന്നെന്താണ്? 1% റിഡക്ഷൻ ആണ്, 1% കുറവാണ് അല്ലേ? അതിപ്പോ എത്ര ശമ്പളം ആയാലും, 1 ലക്ഷം രൂപ കിട്ടിയാലും 2 ലക്ഷം രൂപ കിട്ടിയാലും അയാളുടെ പിന്നീട് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് അതിന്റെ 1% കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെ ഒരു ചോദ്യം വേറെ രീതിയിൽ നമുക്ക് വരാറുണ്ട്. അത് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന CSE പോലുള്ള പരീക്ഷയ്ക്കൊക്കെ വരുന്ന കേട്ടോ ഇത്. അപ്പൊ ദ സാലറി ഓഫ് എ പേഴ്സൺ ഈസ് ഇൻക്രീസ്ഡ് ബൈ 10% ആൻഡ് അഗൈൻ ഇൻക്രീസ്ഡ് ബൈ 10%. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ സാലറി? ഒരു ജോലിക്കാരന്റെ ശമ്പളം ആദ്യം 10% കൂട്ടി, പിന്നീട് വീണ്ടും 10% കൂട്ടി, എങ്കിൽ ശമ്പളത്തിൽ വന്ന മാറ്റം എന്താണ്? അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് അല്ലേ? ആദ്യം 10% കൂട്ടി,
പിന്നെ 10% കൂട്ടി. അപ്പോൾ 10 + 10 = 20%. അല്ലേ? നമ്മൾ പലപ്പോൾ ഇതിലൊക്കെ എന്താ ചോദ്യം ഉള്ളത് അല്ലേ? ഇതിലൊക്കെ എന്താണ് ചിന്തിക്കാനുള്ളത്, ഇതൊക്കെ എന്താണ് ലോജിക്ക് ഉള്ളത് എന്ന് വിചാരിച്ച് നമ്മൾ പലരും എഴുതിയിട്ടുണ്ട്. എന്താണ് 10 + 10 = 20%. ശരിയാണോ? നിങ്ങൾക്കറിയാം ശരിയാവൂല അല്ലേ? ശരിയാവൂല. കാരണം ആദ്യത്തെ ചോദ്യം നമുക്ക് അബദ്ധം പറ്റിയതാണ്. അപ്പോൾ രണ്ടാമത് നമുക്ക് അബദ്ധം പറ്റൂല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പോവാം. ഓക്കെ, ഇവിടെ നമുക്ക് ശമ്പളം തന്നിട്ടില്ല ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അയാളുടെ ശമ്പളം വെറും 100 രൂപയായിട്ട് എടുക്കുക. കാരണം നമുക്ക് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പം എന്നുള്ള രീതിയിൽ നമ്മൾ 100 രൂപയായിട്ട് എടുക്കുക. അതിനുശേഷം എന്താ ചെയ്തത്? 10% ഇൻക്രീസ് ചെയ്തു. അപ്പോൾ 100 രൂപയുടെ 10%, 10 രൂപ കൂട്ടി. അപ്പോൾ ഇപ്പോൾ അയാളുടെ ശമ്പളം എത്രയാണ്? 110 രൂപ. മുതലാളിക്ക് പിന്നെയും ഇഷ്ടപ്പെട്ടു, പിന്നെയും 10% കൊടുത്തു. പക്ഷേ ഏതിന്റെ 10%ആണ് കൊടുക്കുന്നത്? 110ന്റെ 10% അല്ലേ? 110ന്റെ 10% എത്രയാണ്? 11 രൂപ. അപ്പൊ അയാളുടെ ശമ്പളം എത്രയായി? 110 + 11. 110ന്റെ 10%. 110 + 11 = 121. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തായി? 100 രൂപ ശമ്പളമുള്ള ഒരാളുടെ ശമ്പളം 121 രൂപയായി. 100 രൂപ ശമ്പളമുള്ള ഒരാളുടെ ശമ്പളം 121 രൂപയായി. അപ്പൊ ആൻസർ വിൽ ബി 21% ഇൻക്രീസ്. എത്രയാണ്? 21% ഇൻക്രീസ് ഇൻ ഹിസ് നെറ്റ് സാലറി. അപ്പൊ 10 + 10 = 20 അല്ല, 10 + 10 = 20 ആണ്. പക്ഷെ ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? ആ രീതിയിൽ നമ്മൾ ചിന്തിക്കരുത് അല്ലേ? ആ രീതിയിൽ നമ്മൾ ചിന്തിക്കരുത്. നമുക്കിവിടെ 20 അല്ല ആൻസർ കിട്ടുന്നത്. പിന്നെ എത്രയാണ് കിട്ടുന്നത്? 21 ആണ് കിട്ടുന്നത്. ഇനി ഇതേ ചോദ്യം നമ്മൾ വേറെ രീതിയിൽ ചിന്തിച്ചാൽ ആലോചിച്ച് നോക്കിയട്ടെ. ശമ്പളം കൂട്ടാൻ മാത്രമല്ല, മുതലാളിക്ക് ശമ്പളം കുറക്കാനും മുതലാളിക്ക് എന്താ പറയുക താല്പര്യം ഉണ്ടാവും അല്ലേ? അപ്പൊ നമ്മൾ നോക്കാം. The salary of a person is reduced by 10% and again reduced by 10%. What is the change in his salary? ഒരു ജോലിക്കാരന്റെ ശമ്പളം ആദ്യം 10% കുറച്ചു, പിന്നീട് മുതലാളിക്ക് പിന്നെയും ദേഷ്യം പിടിച്ചു, പിന്നീട് വീണ്ടും 10% കുറച്ചു. അപ്പൊ ശമ്പളത്തിൽ വന്ന മാറ്റം നമുക്കറിയാം. എന്തായാലും 20% കുറവായിരിക്കില്ല അല്ലേ? നമുക്ക് അത്രയും നമുക്ക് ചിന്താശക്തി ഇല്ലാത്ത ആൾക്കാരൊന്നുമല്ല നമ്മളല്ലേ? 2 ചോദ്യം ഓൾറെഡി നമ്മളെ മുമ്പിൽ ഉണ്ടായിരിക്കും അല്ലേ? അപ്പൊ ഇനി നമുക്കറിയാം ഉറപ്പായിട്ടും എന്താണ് ആൻസർ? ഈസ് നോട്ട് 20% റിഡക്ഷൻ, അല്ലെങ്കിൽ 20% ലെസ് ആയിരിക്കൂല ആൻസർ അല്ലേ? 20% കുറവായിരിക്കൂല, വേറെ എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഇതേപോലെ തന്നെ എന്താണ് ആദ്യത്തെ സാലറി 100 രൂപ എടുക്കുക. നമുക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് കാൽക്കുലേഷൻ ചെയ്യാൻ എളുപ്പത്തിന് വീണ്ടും നമ്മൾ 100 രൂപ എടുത്തു അല്ലേ? വീണ്ടും നമ്മൾ 100 രൂപ എടുത്തു. അപ്പൊ ആദ്യം 10% കുറച്ചു. 100 രൂപയുടെ 10% എന്ന് പറയുന്നത് 10 രൂപ. അപ്പൊ 100ന്റെ 10 രൂപ കുറച്ചാൽ ഇപ്പോഴത്തെ അയാളുടെ സാലറി എത്രയാണ്? 90 രൂപ. ഇനി വീണ്ടും 10% കുറക്കുന്നു. ഇതിന്റെ 10% കുറക്കുന്നു, 100ന്റെ അല്ല, പിന്നെ എത്രയാണ്? 90ന്റെ 10%. അപ്പൊ 90ന്റെ 10% എന്ന് പറയുന്നത് 9 രൂപയാണ്. അപ്പൊ 90ന്ന് 9 രൂപ കുറച്ചാൽ ഇപ്പോൾ അയാളുടെ സാലറി എത്രയാണ്? 81. അപ്പൊ 100ന്റെ 10% 10 രൂപ, 90 രൂപ, 90ന്റെ 10% 9 രൂപ. അപ്പൊ അയാളുടെ ഇപ്പോഴത്തെ സാലറി എത്രയാണ്? 81 രൂപ. എത്രയാണ്? 81 റുപ്പീസ് അല്ലേ? അപ്പൊ 100 രൂപ ശമ്പളം ഉണ്ടായിരുന്ന അയാളുടെ ശമ്പളം എത്രയായിട്ട് മാറി? 81 രൂപ. 100 becomes 81. അപ്പൊ 19 രൂപയുടെ കുറവാണ് അല്ലേ? അപ്പൊ നമ്മൾ 100ന്റെ എടുക്കുമ്പോൾ 19% അല്ലേ? 100ന്റെ 19 എന്ന് പറയുമ്പോൾ 19%. 19%. അപ്പൊ 19% കുറഞ്ഞു. അപ്പൊ ആലോചിച്ച് നോക്കുക അല്ലേ? 10 കുറച്ചാൽ 20 അല്ല കിട്ടുക, പിന്നെ എത്രയാണ്? 19. 10 കൂട്ടിയാൽ 20 അല്ല കിട്ടുക, പിന്നെ എത്രയാണ്? 21. മനസ്സിലായല്ലോ? ഇവിടെയാണ് എന്ത് വേണ്ടത്? ലോജിക് അല്ലേ? ലോജിക്ക്. വീണ്ടും ഞാൻ പറയാണ്, ലോജിക്ക് ആൻഡ് മാത്സ്. മാത്സ് വിത്തൗട്ട് ലോജിക്ക് 0, ലോജിക്ക് വിത്തൗട്ട് മാത്സ് 0. രണ്ടുണ്ടെങ്കിലേ കാര്യമുള്ളൂ നമുക്ക്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അത് ഉണ്ട് അല്ലേ? ലോജിക്ക് ഇല്ലാത്ത ആൾക്കാരും ഇല്ല, മാത്സ് അറിയാത്ത ആൾക്കാരും ഇല്ല. പക്ഷെ അത് രണ്ട് സൈഡ് ബൈ സൈഡായിട്ട് നമ്മൾ കൊണ്ടുപോകണം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ തെറ്റരുത്, ഒന്ന് ചിന്തിച്ചിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, ഇതുപോലുള്ള ചോദ്യങ്ങളായിട്ട് ഇനിയും വരും. താങ്ക് യു.